ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രീം പി എസ് സിയിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു LPയുടെ ഇൻ്റർവ്യൂവിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എനിക്ക് ഇന്നലെ ആയിരുന്നു ഇൻ്റർവ്യൂ, തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു. എന്നോട് എന്തായാലും എന്തോ ദൈവഭാഗ്യമാണോ അറിയില്ല, ഇനി മാർക്ക് വരുമ്പോൾ അറിയാം, എന്തെങ്കിലും പ്രശ്നമാണോ എന്നറിയില്ല. എന്നോട് വലിയ ക്വസ്റ്റ്യനൊന്നും ചോദിച്ചിട്ടില്ല. എല്ലാവരും കൂടി വെരിഫിക്കേഷൻ കഴിഞ്ഞു. ആദ്യം വെരിഫിക്കേഷന് ചെന്നിട്ട് അവർ നമ്മുടെ ബയോഡേറ്റ വാങ്ങിച്ചവിടെ വെച്ചു. അത് കഴിഞ്ഞ് സീരിയൽ നമ്പർ ക്രമത്തിലാണ് എന്നെ വിളിച്ച് അവിടെ ഇരുത്തി. അത് കഴിഞ്ഞ് ഓരോരുത്തരാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. അങ്ങനെ അകത്തോട്ട് ഞാൻ ഡോറ് തുറന്നപ്പോൾ തന്നെ നമ്മുടെ ബോർഡ് മെമ്പർ എൻ്റെ വെൽക്കം ചെയ്തു, ഗുഡ് മോർണിംഗ് പറഞ്ഞു. അപ്പോൾ ഞാനും ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞ് ഞാൻ അകത്തോട്ട് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ താങ്ക് യു സാർ എന്ന് പറഞ്ഞിട്ട് ആ ചെയറിലിരുന്നു. ഇരുന്നപ്പം സാർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിനകത്ത് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, എന്താ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ട്യൂഷൻ എടുത്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ട്യൂഷൻ എടുക്കുന്ന കാര്യം ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സാർ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം സാറ് ചോദിച്ചു, ഏതൊക്കെ ക്ലാസ്സിന്? ഞാൻ പറഞ്ഞു, കൊച്ചു കുട്ടികളെയാണ് ട്യൂഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മേഡം, അപ്പുറത്തിരുന്ന മേഡം എൻ്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ 1-ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് സംഖ്യാവ്യാഖ്യാനം എങ്ങനെയാണ് 1-ൽ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം പെട്ടെന്ന് സത്യത്തിൽ ടെൻഷൻ കൊണ്ടൊന്നും പറയാൻ പറ്റിയില്ല. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന മുടക്ക് ഞാൻ സ്കൂൾ ടെക്സ്റ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ 10ൻ്റെ പകുതി 5 ആശയം 1-ലെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ സംഖ്യാവ്യാഖ്യാനം അതൊക്കെ ലഭിക്കുന്നുണ്ടെന്ന് ഞാൻ ആ ടെക്സ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ ഞാൻ അപ്പം മാഡത്തിനോട് പറഞ്ഞു, മാഡം 10ൻ്റെ പകുതി 5 ആശയം 1-ലെ കുട്ടികൾക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 10നെ നമുക്ക് പല ഭാഗങ്ങളായിട്ട് വിഭജിക്കാം. അതായത് 5ഉം 5ഉം 10 6ഉം 4ഉം 10 8ഉം 2ഉം 10 അങ്ങനെ 10നെ തന്നെ നമുക്ക് പല ഭാഗങ്ങളായിട്ട് വ്യാഖ്യാനിക്കാം എന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ചു. അപ്പം മേഡം പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അടുത്ത മേഡം ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പം അടുത്ത മേഡം എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ഇതുവരെ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എക്സാമിന് മാർക്ക് കുറഞ്ഞു. അപ്പോൾ പേരൻസിനെ ക്ലാസ് PTക്ക് വിളിച്ചിട്ട് പേരൻറ്റ് വന്നില്ല. എന്തുകൊണ്ടാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പേരൻറ്റിനെ ഞാൻ കോൺടാക്റ്റ് ചെയ്തിട്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കും. ക്ലാസ്സിൽ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഞാൻ പറയും, അവൻ ക്ലാസ്സിൽ നല്ല ആക്റ്റീവാണല്ലോ, അപ്പോൾ വീട്ടിൽ അവന് കുറച്ചുകൂടി സൗകര്യം പഠിക്കാനുള്ള സമയമൊക്കെ കണ്ടെത്തി കൊടുക്കണം, കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് എന്ന് പറയും. എന്നിട്ട് ഓക്കെ ആയില്ലെങ്കിൽ ഒരു കോർണർ PTA പോലെ സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു, കോർണർ PT ഒക്കെ വെക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വീട്ടിൽ പോകുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, വീട്ടിൽ പോയി PTA കൂടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഇതിലെന്താണ് എനിക്കറിയില്ല, എൻ്റെ അടുത്ത് ആകെപ്പാടി ഈ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. മാർക്ക് വരുമ്പം ഇതിൽ കുറയ്ക്കുമോ ഇല്ലയോ ഒന്നും അറിയില്ല. പക്ഷേ എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഡിഗ്രിക്കാരോട് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സബ്ജക്റ്റ് ബേസിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതാണ് കൂടുതലും അവരോട് ചോദിക്കുന്നത്. പിന്നെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ളവരോടാണെങ്കിൽ അവർ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ സബ്ജക്റ്റും അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ചോദിക്കാം. അങ്ങനെയാണ് എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ളവരോട് ഇതുവരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു പോകുന്നത്. അപ്പം അതിൽ എന്താണോ, ഇപ്പം നിങ്ങൾ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി ബേസിലുള്ളത് നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് പോവുക. അഥവാ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ ഏത് ഫീൽഡാണോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് ആ ഭാഗം കുറേ കൂടി അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് പോവുക. അല്ലാതെ അവർ കൂടുതലായിട്ടും പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നില്ല. പിന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സൊക്കെ ചിലരോടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അന്നത്തെ ന്യൂസ് പേപ്പേഴ്സും തലേന്നത്തെ ആ ഒരാഴ്ചത്തെ ന്യൂസ് പേപ്പേഴ്സും നോക്കിക്കൊണ്ട് പോവുക. ചിലരോട് ചോദിക്കുന്നുണ്ട്, ഈ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ന്യൂസ് നിൽക്കുന്നുണ്ടല്ലോ, അത് ഏത് ന്യൂസാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് പോവുക. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പം ഞാനിന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നാളെ തൊട്ട് നമുക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലിലൂടെ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് തന്നെ. അപ്പം എല്ലാവരും ഡ്രീം PSC ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.